ഡോക്ടറാണോ? താൻ തിട്ട് തേങ്ങ താ കൊറേ നേരം ഇങ്ങനെ കുത്തി കുറിച്ചിട്ട് താൻ പരിശോധിക്കണോ? നിങ്ങൾ ആരാണ്? ഞാൻ ആരാണെന്ന് പറഞ്ഞാലേ താൻ പരിശോധിക്കുള്ളൂ. ഇയാളാരാണ്ട് കയറ്റിവിട്ടത്? എനിക്കിങ്ങോട്ട് കയറി വരാൻ ഒരാളുടെ സഹായം വേണ്ട, താൻ പരിശോധിക്കണോ? ചേട്ടാ ശ്വാസതടസ്സമാണ്, ഓക്സിജൻ കൊടുക്കണ കണ്ടില്ലേ? നിങ്ങളൊന്ന് പുറത്തേക്ക് പോയെന്നേ. ഇവിടെ വേറെ വിവരവും വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാർ ആരില്ല ഇവിടെ. എന്റെ അളിയന്റെ കാരണമാവാൻ ഇവനേ ഉള്ളൂ. എടാ താണെന്ന് പുറത്തു പോയേ. ഞാൻ അവിടുത്തെ ഡോക്ടറല്ലേ? ആണോ? എന്നാ താൻ പുറത്തു ഞാമക്കോളാ. എന്റെ രണ്ടാമത്തെ ഭാര്യക്ക് ആകെ ഒരു ആങ്ങളേ ഉള്ളൂ. ആളടി തെക്കോട്ടെടുക്കാൻ കിടക്കണ്. എന്റെ പൊന്നളിയൻ അളിയ നോക്കി നിൽക്കാതെ ഒരു എക്സ്റേ എങ്ങനെ എടുക്കണോ? അതേ അളിയൻ വിളിച്ചു. എന്താ അളിയ? ഒന്ന് പുറത്തു പോയി നിക്കടാ ശാവമേ. ശരിക്കും തനിക്ക് എന്താ അസുഖം? ഡോ ഇങ്ങനെ ചുമക്കാതെ, ഇതൊരു ആശുപത്രിയല്ലേ? എത്ര ആളായി തുടങ്ങിയിട്ട്? ഒരു മാസം. അപ്പൊ തനിക്ക് ഈ അസുഖത്തിനൊക്കെ വേറെ വല്ല ഡോക്ടറെ കണ്ടാ പോരെ? പിന്നെ വേറെന്താ അസുഖം? നടക്കുമ്പോ കാല് വരെ എടുക്കണ്ട്. ഓ, ഒരു MRI എടുത്തേക്കാം. അതിന് MRI വളരെ നല്ലതാ. മൈക്കിൾ ഒന്ന് വാ. നിനക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റിയുടെ കുറവുണ്ട്. കാഷ്വാലിറ്റിയിൽ ആള് വന്ന ടെസ്റ്റും സ്കാനും ഒക്കെ ആവശ്യത്തിന് എഴുതണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? അതെ, ആവശ്യത്തിനല്ലേ സാർ വേണ്ടു. മോനെ മൈക്കിളെ, നിനക്ക് എഴുതാൻ പറ്റുമെങ്കിൽ എഴുത്. ഈ കാഷ്വാലിറ്റിക്കൊക്കെ ഒരു ടാർഗറ്റ് ഉണ്ട്. അത് മറ്റുള്ളവർക്കാകാമെങ്കിൽ നിനക്കും ആകാം. അല്ലെങ്കിൽ നിന്റെ കാര്യത്തില് ഈ ജെയിംസിന് ഇടപെടേണ്ടി വരും. അത് ചിലപ്പോ നിനക്ക് നല്ലതിനാവില്ല. എല്ലാരെയും മോശക്കാരാക്കിയിട്ട് അങ്ങനെ ഒരാൾ മാത്രമേ കരിച്ചിൽ തന്നെ ആവണ്ട, കേട്ടോ? ഒരു കരാട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു കലാകാരൻ കൂടിയാണ്. അവൻ ഒരുവന്റെ ശരീരം മാത്രമല്ല മനസ്സും കീഴടക്കാൻ പറ്റും. കേട്ടിട്ടില്ലേ? ജാക്കി ചാൻ, ബ്രൂസ് ലീ, ജെറ്റ് ലീ, ടോണി ജാ. നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലെ ഒരാളെ കോച്ചായിട്ട് കിട്ടിയെന്നുള്ളതാണ്. ഒരു കായിക താരം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് പണമുണ്ടാക്കാൻ പറ്റും, പ്രശസ്തി ഉണ്ടാക്കാൻ പറ്റും, അംഗീകാരങ്ങൾ ഒരുപാട് കിട്ടും. അതിനുള്ള വഴികൾ എന്താണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് മാത്രമാണ് മറ്റുള്ള കോച്ചുകളിൽ നിന്ന് ഞാൻ വ്യത്യസ്തനായിട്ട് മാറുന്നത്. ഇതൊക്കെ അറിഞ്ഞ ചേട്ടൻ എന്താന്നും കിട്ടാഞ്ഞേ? ചേട്ടൻ സാർ സാറിന്റെ വായിലുള്ളത് മുഴുവൻ നിങ്ങൾ കേൾക്കും. കൊച്ചിന്റെ കൈയൊടിക്കൽ അഭ്യാസം ഇവിടെ എന്താ നടക്കുന്നത് എനിക്കറിയണല്ലോ. അല്ല, പിള്ളേരുടെ പ്രാക്ടീസിനെ പറ്റി പോയതാണ്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഇല്ല, ജെറാഡ് കരുത്തിക്കുട്ടി ചെയ്തതാ. അവൻ എന്നോട് ദേഷ്യമുണ്ട്. ആരേ ഈ ജെറാഡ്? ജെറാഡ് പീറ്റർ. അവന്റെ ഒരു മങ്കി സ്റ്റൈൽ ഹെയർ കട്ടും. എടാ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പാടി തന്നിട്ടുണ്ട്. പ്രാക്ടീസിനിടയിൽ പേഴ്സണൽ ഡ്രൈവറിൽ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നോട് ഞാൻ. എനിക്കറിയില്ലായിരുന്നു അവന്റെ കൈ തൊട്ടാവടി ഒന്നാണെന്ന്. ഒറ്റ പഞ്ചു വെച്ചാണല്ലേ? അല്ല, മനഃപൂർവ്വം അല്ല. അല്ല മാസ്റ്റർ, ജെറാഡ് ഗേൾസിനോട് മോശമായിട്ട് പെരുമാറാറുണ്ട്. ഗേൾസിന്റെ കൂടെ മത്സരിക്കണത്ര. മറിയനോടും റിയനോടും മോശമായിട്ട് സംസാരിക്കാറുണ്ട്. ഫൈനൽ വാർണിംഗ് ആണ്. മോളെ, എപ്പോഴാ തിരിച്ചെത്തുക? രാത്രി അധികം കറങ്ങി കിടക്കണ്ട. അവന് സ്വന്തം കാര്യം പോലും നോക്കാൻ അറിയില്ല. മൊബൈൽ ഫോൺ കയ്യിലുണ്ടല്ലോ അല്ലേ? ചാച്ചൻ വയ്ക്കുന്ന കുറ്റം പറയണ്ട. ഫോൺ കയ്യിലുണ്ട്. ബൈ ബൈ. തല്ലിയത്
ഒരു രാഷ്ട്രീയക്കാരനെ ആക്സിഡന്റ് പറ്റി കൊണ്ടുവന്നു. ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത ആള് പോയി. ഇഞ്ചക്ഷൻ? അയ്യോ, അത് ഇഞ്ചക്ഷൻ കുഴപ്പമില്ല. കാഷ്വാലിറ്റിയിൽ ഇങ്ങനെയൊക്കെയാണ്. ചില രോഗികളുടെ ബന്ധുക്കൾക്ക് ഡോക്ടർ തല്ലിയൊരു സമാധാനമാവും. ഇത് അണികളാണെന്ന് മാത്രം. ഡോക്ടർ ആവെന്ന് പറഞ്ഞാ റിസ്ക് ആണല്ലേ. എന്തായാലും അടിച്ചാളെ തിരിച്ചടിക്കായിരുന്നു. നമ്മൾ ക്രിസ്ത്യാനികൾ ഒരു കാരണത്തെ അടി കിട്ടിയാൽ മറു കാരണം കാണിക്കണം എന്നല്ല വേദോപദേശം പഠിച്ചിട്ടുള്ളത്. കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്നും വേദോപദേശത്തിൽ പറഞ്ഞിട്ടില്ലേ. ജീസസ് വരെ ചൂരിലെടുത്തിട്ടില്ലേ. ആഹാ, നീ ഉള്ളാലോ. നീ ഇനി അടി മേടിപ്പിക്കും. എന്നാലും അടി വാങ്ങിച്ചിട്ട് ഒളിച്ചിരിക്കുന്ന മോശം. അവരൊക്കെ പോയി. നന്നായി. എന്തിനാ ഇങ്ങനെയൊക്കെ? എങ്ങനെയൊക്കെ? ഡോക്ടർ വന്നില്ലേ ഉള്ളൂ, പഠിച്ചോളും. ലേഡി ആയതുകൊണ്ടൊരു തൊടാതെ വിട്ടത്, അല്ലെങ്കിൽ അടി ഉറപ്പാ. എന്നെ തൊട്ടാ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. നമുക്കും ഇല്ലേ സംഘടനയൊക്കെ? നമ്മൾ എങ്ങനെയൊക്കെ ചികിത്സിച്ചാലും 10% ആൾക്കാരെ കർത്താവ് കൊണ്ടുപോകും. അതിൽ 3% ആൾക്കാരുടെ ബന്ധുക്കൾ ഡോക്ടറെ തല്ലിയിട്ട് ഹോസ്പിറ്റലിൽ വിടും. മൈക്കിൾ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം? ഡോക്ടർ ഒന്നും ഉണ്ടായിരുന്നു. ചുമ്മാ. ആ ഡോക്ടർ എന്താ പറഞ്ഞു? ഡോക്ടർ തന്നെ ഇഷ്ടമാണെന്നോ, ഐ ലവ് യുന്നോ, ഞാൻ സുന്ദരനാണെന്നോ ഡെയിലി ഓ ഗോഡ്. പ്രപ്പോസ് ചെയ്തോ? വെൽ, പ്രപ്പോസൽ ഒരു 3-4 പ്രാവശ്യം ഹോസ്പിറ്റലിൽ നടക്കുന്നല്ലേ കുട്ടി. സ്വപ്നത്തിലായിരിക്കും. എന്തായാലും എനിക്കിഷ്ടായി. ശരിക്കും നിനക്ക് ഇഷ്ടപ്പെട്ടോ? എന്നാ നീ ഞാൻ കെട്ടിക്കോ.